ഹലോ, കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് ഇതേപോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് കുനാഫ ചോക്ലേറ്റ് റെഡി ആക്കി എടുത്താലോ. ബട്ടർ ഇതിലേക്ക് നമുക്കിതുപോലെ കുനാഫ ഡോ എന്നും പറഞ്ഞ് നമുക്ക് മേടിക്കാൻ കിട്ടും. അത് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് പാനിലേക്ക് ചേർത്ത് കൊടുക്കുക. 2 മിനിറ്റ് ഇതൊന്ന് കുക്കായിട്ട് എടുക്കണം. നല്ല ക്രിസ്പി ആകുമ്പോൾ നമുക്ക് തീ ഓഫാക്കി കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കണം. ഈ ഒരു ടിന്നിലാണ് ഞാനിവിടെ സെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. കാരണം നമുക്ക് ചോക്ലേറ്റ് മോൾഡ് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഇതുപോലത്തെ ടിന്നൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സെറ്റാക്കി എടുക്കാം. അപ്പോൾ നമുക്കിനി ഇത് സെറ്റാക്കി എടുക്കാം. ഫസ്റ്റ് ലെയറായിട്ട് നമുക്ക് മെൽറ്റ് ചെയ്തിട്ടുള്ള നമ്മൾ ചോക്ലേറ്റ് ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കാം കേട്ടോ. അപ്പോഴേക്കും നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കാൻ ഈ ഡോയിലേക്ക് നമുക്ക് പിസ്താഷ്യോ സിറപ്പ് ചേർത്ത് കൊടുക്കണം. സിറപ്പല്ല, പിസ്താഷ്യോൻ്റെ ക്രീം നമുക്ക് മേടിക്കാൻ കിട്ടും. ഞാൻ നെസ്ലയുടെ പിസ്താഷ്യോ ക്രീമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സെറ്റാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റിലേക്ക് സെക്കൻഡ് ലെയറായിട്ട് ഇതും കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. പിന്നെയും നമുക്ക് ചോക്ലേറ്റ് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതൊരു 1 അവർ വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സൂപ്പറായിട്ട് സെറ്റായിട്ട് കിട്ടും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.